സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുജാതയുടെ മനസ്സ് മാറി വീണ്ടും കൃഷിനെ മകനായിട്ട് അംഗീകരിച്ചു എന്ന സന്തോഷത്തെയും മതിമറന്ന് സന്തോഷിച്ച സാഗറിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് സുജ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം ദേവ്ജിയെ കണ്ട് സങ്കടം പോലെ പറയുമ്പോൾ ദേവ്ജി ആശ്വസിപ്പിച്ച് വിടുന്നു. തിരികെ വീട്ടിലെത്തുന്ന ദേവ്ജിയാണെങ്കിൽ കൃഷിനോട് പറയുന്നുണ്ട്, ഇന്ന് സാഗർ ഓഫീസിലേക്ക് വന്നു, കൃഷി വിളിച്ച് പറഞ്ഞ കാര്യവും സുജ പറഞ്ഞ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം കൃഷി പറയുന്നു, അച്ഛൻ്റെ സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ബലരാമേട്ടന് എന്ത് സംഭവിച്ചു എന്നുള്ള അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ഏട്ടനെ കണ്ടെത്തുക, എത്രയും പെട്ടെന്ന് ഏട്ടനെ അമ്മയുടെ മുമ്പിൽ എത്തിക്കുക, അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനും ഇല്ലെന്ന് കൃഷി പറയുന്നത് കേട്ടിട്ട് ദേവ്ജിയും പറയുന്നു, അത് തന്നെ ഇവിടെ ഏറ്റവും വലിയ സൊല്യൂഷൻ. ബലരാമൻ തിരികെ വരാതെ ഇനി സുജയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അതേസമയം സാഗറിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം കൃഷിനോടാണ്. സ്വന്തം മകൻ, അതായത് സുജയ്ക്കും സാഗറിനും ഒരേ ഒരു മകനേ ഉള്ളൂ, അത് ബലരാമനാണ്. സാഗർ ബലരാമനെ അംഗീകരിച്ചുകൊണ്ട് കൃഷിനെ അവോയ്ഡ് ചെയ്യുക എന്നൊരു നിർദ്ദേശമാണ് പറയുന്നത്. കൃഷിനെ വേദനിപ്പിച്ച് വിട്ടതിനെ പറ്റി സാഗർ പറയുന്ന സമയത്ത് എന്നോട് തർക്കിക്കാനൊന്നും വരണ്ട. ആ സമയത്ത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് ബലരാമനാ. ബാക്കിയുള്ളവരെ തള്ളിക്കളയണം. തള്ളിക്കളയുക എന്ന് പറയുന്നത് ആരെയാ, അത് ആരെയാണെന്ന് മനസ്സിലായില്ലേ? കൃഷിനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് സുജ പറയുന്ന സമയത്ത് തനിക്ക് നിസ്സാരം പോലെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമായിരിക്കും. കുട്ടിക്കാലം മുതലേ അവൻ എൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് വളർന്നവനാ. എടുത്തു വളർത്തിയ മകനാണെന്നുള്ള സത്യം താൻ അറിയുന്നതിനേക്കായി മുമ്പേ ആ സത്യം അറിയാവുന്ന ഏക വ്യക്തി ഞാനും ദേജിയും മാത്രമാണ്. ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഒരു തരംതിരിവ് എൻ്റെ മകനോട് ഞാൻ കാണിച്ചിട്ടില്ല. മക്കളില്ലാത്ത നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും നല്ല നിമിഷങ്ങളൊക്കെ സമ്മാനിച്ചത് കൃഷ. അതിനുശേഷം മാത്രമാണ് കൃപമോള് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതൊന്നും താൻ മറക്കണ്ട എന്ന് കൃഷ ആണെങ്കിൽ കൊള്ളിച്ച് പറയുമ്പം സുജയ്ക്കാണെങ്കിൽ മറുപടി ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ടും കൃഷിനെ അപമാനിച്ചതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമവും ഇല്ല. പകരം തൻ്റെ മകൻ ബലരാമനെക്കുറിച്ച് ഓർത്താണ് സങ്കടപ്പെട്ട് നിൽക്കുന്നത്. കൺമണിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗോകുൽ ആകെ സങ്കടപ്പെട്ട് കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗോകുലിൻ്റെ പിറന്നാളാണ് വരുന്നത്, അപ്പോൾ അതൊന്ന് ആഘോഷിക്കണം, അല്ലെങ്കിൽ ആഘോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ധനലക്ഷ്മി ഒരുപാട് വഴക്ക് പറഞ്ഞ് അപമാനിച്ചിരുന്നു അമ്മായിമാരുടെ മുമ്പിൽ വെച്ച് ഗോകുലിനെ. ആ ഒരു സങ്കടമൊക്കെ പറയുന്ന സമയത്ത് നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നിന്റെ പിറന്നാൾ ഈ അപ്പം മറക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നമുക്കത് ഗംഭീരമായിട്ട് ആഘോഷിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. ശേഷം തകർന്നിരിക്കുന്ന കൃഷിനെ വിളിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് കൃഷി അമ്മയെ തന്നെയാണ്. അപ്പം അമ്മ തൻ്റെ ആരുമല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ കൺമണിയുടെ പ്രസൻസ് ഒന്ന് മാത്രമാണ് പിന്നെയും കൃഷിനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുന്നത്. ഒരച്ഛനെന്ന നിലയ്ക്ക് സാഗറാണെങ്കിൽ രണ്ടുപേരെ ഉൾക്കൊള്ളാൻ മനസ്സ് കാണിക്കുന്ന സമയത്ത് സുജ മാത്രമാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. സുജ മാറാതെ ഒരിക്കലും സാഗർ കുടുംബം വീണ്ടും പഴയ രൂപത്തിലാകാൻ പോകുന്നില്ല. കാത്തിരിക്കുക ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. സാഗർ കുടുംബം വീണ്ടും പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷകരമായി വരുന്ന ആ ഒരു നിമിഷത്തിനേക്ക് വേണ്ടി. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയ ബലരാമൻ തിരികെ എത്തി സുജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. താൻ വളർന്ന സാഹചര്യവും അതുപോലെ എടുത്തു വളർത്തുന്ന മക്കളോട് തരംതിരിവ് കാണിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിഷമമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ സുജയുടെ മനസ്സ് മാറുമായിരിക്കും. കാത്തിരിക്കാം മനസ്സ് മാറുന്ന സുജയെ കാണാനായി.